സെൻമോങ്ക് മെഡിറ്റേഷൻ ചെയ്യാതിരിക്കുകയാണ്. കണ്ണടച്ച് ശാന്തമായിരിക്കുന്ന അവസ്ഥയിൽ എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഒന്നുകിൽ ഒരു കിളി ചിലയ്ക്കും, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ഒരു ഡോഗ് കുരയ്ക്കും, അല്ലെങ്കിൽ ആളുകൾ നടക്കുന്ന ശബ്ദം എന്തെങ്കിലും ഉണ്ടാവും. എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാതിരുന്നാലും എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഡിസ്റ്റർബൻസ്. മോങ്കിനാകെ ദേഷ്യം വരികയാണ്. മോങ്ക് ദേഷ്യത്താൽ ഇങ്ങനെ അലറുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നിൽക്കുകയാണ്. മോങ്ക് ഇവിടെ ഉപേക്ഷിച്ച് പോകണം എന്നൊക്കെ പറഞ്ഞ് മോങ്ക് വേറൊരു സ്ഥലത്ത് പോയി ഇരിക്കുകയാണ്. അവിടെയും ശാന്തമായിരിക്കാൻ നിൽക്കും, എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. മോങ്ക് ലാസ്റ്റ് ഒരു നദിയുടെ തീരത്ത് പോയി. അവിടെ പോയി ശാന്തമായിരിക്കുന്ന സമയത്ത് കുറെ അധികം വെള്ളം വന്നിട്ട് അങ്ങ് കല്ലിൽ പതിക്കുകയാണ്. അതിൻ്റെ ശബ്ദം വന്നപ്പോൾ മോങ്കിന് അതും കഴിയുന്നില്ല. മോങ്കിന് അത് ദേഷ്യം വന്നു. എന്നെ ഇതൊന്നും അനുവദിക്കുന്നില്ല, ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ഒന്നും അനുവദിക്കുന്നില്ല. മോങ്ക് അങ്ങനെ ഒരു കടലിന്റെ ഉള്ളിലോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ കടലിന്റെ ഉള്ളിലോട്ട് ഉൾക്കടൽ പോയി മെഡിറ്റേഷൻ ചെയ്യായിരുന്നു. അവിടെ ആരുമില്ലല്ലോ. അപ്പൊ ദൂരെ ഇങ്ങുന്നു ഒരു ബോട്ട് അങ്ങ് വരികയാണ്. മോങ്ക് ദൂരെ നിന്ന് ഇങ്ങനെ ബോട്ട് വന്നപ്പോ തന്നെ ഒരു തോണി അങ്ങനെ പറയാം. മോങ്ക് ദേഷ്യം കൊണ്ട് മോങ്ക് അലറുകയാണ്. മോങ്ക് ഇങ്ങനെ വരട്ടെ, അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം, ഒരാൾ എനിക്ക് സമാധാനം തരില്ല എന്ന് പറഞ്ഞാൽ എന്നുള്ള അവസ്ഥയിലാണ് മോങ്ക്. മോങ്ക് അടുത്ത തോണി വന്നു നിന്നപ്പം നോക്കിയപ്പോ അതിലാരുമില്ല. എവിടെ നിന്നോ കാറ്റ് കൊണ്ടുവന്ന തോണിയാണത്. അപ്പൊ മോങ്ക് ചിന്തിച്ച കാര്യം മോങ്കിന്റെയാണ്, അയാളുടേതാണ് ആ പ്രശ്നം. ആക്ച്വലി പുറത്തു നിന്ന് ആരും അയാളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചിട്ടില്ല, ആരും അയാളെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അയാൾ ചിന്തിക്കുകയാണത്, എല്ലാം അയാളുടെ ഇവിടെയാണ്. ആക്ച്വലി ഇത് മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞതല്ല, നമ്മളെ കുറിച്ചൊക്കെ തന്നെയാണ്. നമ്മൾ വെറുതെ അങ്ങ് ചിന്തിക്കും പലപ്പോഴും, ഈ ലോകം മൊത്തം തനിക്കെതിരാണ്, ഞാൻ ഓരോന്നങ്ങ് കഷ്ടപ്പെട്ട് ചെയ്തു വരുമ്പോഴാവും എന്തെങ്കിലും ഒരാൾ വന്നിട്ട് അതങ്ങോട്ട് മുടക്കും. അയാൾ ഇങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്നൊക്കെ. ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്തോ സംസാരിച്ചങ്ങ് പോയി മറ്റേ 2-3 ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ നോക്കുമ്പോൾ തന്നെ ഇയാൾ എന്നെ കുറിച്ചാണല്ലേ സംസാരിച്ചത്, ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ ചിന്തിക്കും. സോ നമുക്കെതിരെയാണ് ഈ ലോകം നടക്കുന്നത്, അയാൾ എനിക്കെതിരെ പ്രവർത്തിച്ചു, ഇയാൾ എനിക്കെതിരെ പ്രവർത്തിച്ചു എന്നൊക്കെ നമ്മൾ വെറുതെ ചിന്തിക്കുകയാണ്. എല്ലാം നമ്മളിങ്ങനെ വെറുതെ ചിന്തിച്ചുണ്ടാക്കുന്നതാണെന്നാണ് ഈ കഥ.